ഹലോ, നമ്മൾ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിന്റെ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് കൾച്ചർ ഉള്ളത്, ഡാൻസ് ഉള്ളത്, പാട്ടുള്ളത്, ലാംഗ്വേജസ് ഉള്ളത്, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ബുക്സുകളാണ്, കഥകളാണ് ഉള്ളത്, അതിൻ്റെയൊക്കെ ഓവർവ്യൂ ആണ് പഠിക്കാനുള്ളത്. പിന്നെ കൾച്ചറൽ സെന്റേഴ്സ് ഉണ്ട്, അതായത് നല്ല ഭംഗിയുള്ള കേവ്സ്, നമ്മുടെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ ഉള്ള ഹെറിറ്റേജ് സെന്റേഴ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, റിലീജിയനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ നന്നായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഈ നോട്ട് ഈ രീതിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഒരിക്കൽ വായിച്ച് ഇത് ഫുൾ കാണാതെ പറയുന്നതാണ് ഇതിന്റെ ഒരു രീതി. ഇത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന രീതിയിലാണ് ശരിക്കും ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്കും കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പിക് സബ് ടോപ്പിക് ആയിട്ട് നമ്മൾ നോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഇത് മുഴുവൻ ഒരു റൗണ്ട് കാണാതെ പറയണം. ഓക്കെ, കുറെ കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ വലിയ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ചാപ്റ്റർ നമുക്ക് കാണാതെ പറയാൻ പറ്റും. ഓക്കെ, സോ കാണാതെ പറയുന്നത് ഓൾസോ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് യു ഹാവ് ടു മെമ്മറൈസ് ആൻഡ് ടെൽ ഇറ്റ് ബാക്ക് ഇൻ യുവർ എക്സാം പേപ്പർ അല്ലേ. സോ അതിനുള്ള ബേസ് ഇപ്പോഴേ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കും അല്ലെ. ആ ബിൽഡിങ്സിൽ തന്നെ നല്ല അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പഴയ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയാൽ നല്ല ഭംഗിയിലുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ആർക്കിടെക്ചറിൽ എന്താ പഠിക്കാനുള്ളത്, ഏൻഷ്യൻ സമയത്ത് എങ്ങനെയായിരുന്നു, മിഡീവൽ സമയത്ത് എങ്ങനെയാണ്, മോഡേൺ ടൈമിൽ എങ്ങനെയാണ്. ഓക്കെ, ഇതൊക്കെ ആർക്കിടെക്ചറിന്റെ ഭാഗം. ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്, ലിറ്ററേച്ചർ പഠിക്കാനുണ്ട്, ലാംഗ്വേജ് പഠിക്കാനുണ്ട്, പെയിന്റിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എന്താ പഠിക്കാനുള്ള, മ്യൂസിക് പഠിക്കാനുണ്ട്, ഡാൻസ് പഠിക്കാനുണ്ട്, യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് പഠിക്കാനുണ്ട്, റിലീജിയൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിനൊക്കെ കുറെ സബ് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ ടോപ്പിക്കാന്ന് ഒന്നുകൂടി കാണാതെ പറഞ്ഞു. ഓക്കെ, ആർക്കിടെക്ചർ ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, യുനെസ്കോ സൈറ്റ്സ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി ഒരു വഴിയും കൂടിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റും കൂടി എടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പേജിൽ എന്തൊക്കെ ടോപ്പിക് ഉണ്ടായിരുന്നു, ഫസ്റ്റ് പേജിൽ എന്ത് ടോപ്പിക് ഉള്ള, ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അതേപോലെ താഴെ ലിറ്ററേച്ചർ ഉണ്ട്. അതിന്റെ ഇപ്പുറത്തെ സെക്കൻഡ് പേജിൽ എന്ത് ടോപ്പിക്കുള്ള എന്ന് നമ്മൾ ആക്ച്വലി മനസ്സിൽ കാണാണ്ട് പറഞ്ഞു നോക്കണം. ഇപ്പുറത്തെ സൈഡിൽ ലാംഗ്വേജസ്, അതിന്റെ താഴെ നമുക്ക് പെയിന്റിംഗ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ടെക്സ്റ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ മ്യൂസിക് ഉണ്ട്, ഡാൻസസ് ഉണ്ട്. ഇതിനെയാണ് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയാം. അപ്പൊ ഇതേപോലെ ഇങ്ങനെയും മനസ്സിൽ നമ്മളൊന്ന് കുറിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട്, എന്നാലേ നമുക്കത് ഓർമ്മ നിൽക്കുള്ളൂ ഒരു ഫുൾ ചാപ്റ്റർ ആയിട്ട്. പിന്നെ നമുക്ക് യുനെസ്കോ പഠിക്കാണ്ട്, യുനെസ്കോ ആണ് രണ്ട് സൈഡിലും ടെക്സ്റ്റിന്റെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് റിലീജിയൻസ് പഠിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെയാ, ഫസ്റ്റ് പേജിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഫസ്റ്റ് പേജിൽ ആർക്കിടെക്ചറും ഉണ്ട്, ലിറ്ററേച്ചറും ഉണ്ട്. കാണാതെ പറഞ്ഞു നോക്കാൻ പറ്റുമോ നോക്കാം, ആർക്കിടെക്ചറും ഉണ്ട്, ലിറ്ററേച്ചറും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പേജിൽ നമുക്ക് എന്താ ഉള്ളത്, ലാംഗ്വേജസും ഉണ്ട്, പെയിന്റിങ്സും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. പിന്നെ യുനെസ്കോന്റെ ആണ് രണ്ട് സൈഡിലും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് റിലീജിയൻസ് ഉണ്ട്. റിലീജിയൻസ് എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ നോട്ട്സ് എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുക. ഇപ്പൊ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വായിച്ചു എന്ന് വിചാരിച്ചു. ആർക്കിടെക്ചറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡ്യൂറിംഗ് ഹരപ്പൻ ടൈംസ് baked bricks were used for construction. Buddhist and temple architecture introduced fine sculptures to the building. They also used spaces like caves and materials like large rocks for construction. Medieval times, domes and semicircular roofs over the buildings became the trademark of Indo-Islamic architecture. Architecture in modern times comprised of older architecture tradition with എന്താണ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസസ്. അപ്പൊ ഇതിന്റെ നോട്ട് എങ്ങനെ ഉണ്ടാക്കുക, സോ ഇതിൽ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, 3 ടൈം പീരിയഡ്, റൈറ്റ്. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിൽ എങ്ങനെയാ നോട്ട് ഉണ്ടാവുന്നത്, ഇതില് ആർക്കിടെക്ചറിൽ 3 ടൈം പീരിയഡ് ആണ്, ഏൻഷ്യന്റ് ആർക്കിടെക്ചർ, മിഡീവൽ ആർക്കിടെക്ചർ, മോഡേൺ ആർക്കിടെക്ചർ. ഇതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെ വേണം നമ്മൾ പ്രിഫറബിളി ചെയ്യാൻ, അല്ലെങ്കിൽ താഴെയാണെങ്കിൽ എഴുതാം ടോപ്പിക് സബ് ടോപ്പിക് ആയിട്ട്. സോ വി ലേൺ അബൌട്ട് ഏൻഷ്യന്റ് ആർക്കിടെക്ചർ, മിഡീവൽ ആർക്കിടെക്ചർ ആൻഡ് മോഡേൺ ആർക്കിടെക്ചർ. ഓൾറൈറ്റ്, മോഡേൺ ആർക്കിടെക്ചർ. അപ്പൊ ഇതിലെ തന്നെ
ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏൻഷ്യൻ ആർക്കിടെക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹരപ്പൻ ടൈംസ്. ഡ്യൂറിങ് ഹരപ്പൻ ടൈംസ് എന്നാണ് പറഞ്ഞത്. ഏൻഷ്യൻ ആർക്കിടെക്ചർ ഇസ് നോൺ ആസ് ഹരപ്പൻ ടൈംസ്. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ബേക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തു. വി യൂസ് സ്പേസസ് ലൈക്ക് കേവ്സ്. വി യൂസ് മെറ്റീരിയൽസ് ലൈക്ക് റോക്സ് ഫോർ കൺസ്ട്രക്ഷൻ. ഇങ്ങനെ പഠിക്കണം. മൂന്നെണ്ണവും റിലേറ്റഡ് ആണ്. ബേക്ഡ് ബ്രിക്സ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേവ്സ് സ്പേസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, റോക്സ് were also used for construction. And moreover, fine sculptures. See, ബുദ്ധിസ്റ്റ് ടെമ്പിളിലും അതേപോലെ തന്നെ ഹിന്ദു ടെമ്പിൾസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there were fine sculptures, very beautiful fine sculptures were there. So fine sculptures ആരെ introduced ചെയ്തത്? It was introduced by Buddhist and temple architecture. അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? Ancient architecture is known as Harappan times, and ancient architecture was during the Harappan times. എന്തൊക്കെ യൂസ് ചെയ്തു? ബേക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തു, ലാർജ് റോക്സ് യൂസ് ചെയ്തു, എവിടെ യൂസ് ചെയ്തു? കേവ്സിൽ യൂസ് ചെയ്തു. And there were Buddhist temples as well as Hindu temples wherein fine sculptures were there. So fine sculpture was introduced by Buddhist and temple architecture. Okay, ഇതിന്റെ എക്സാമ്പിൾ സഞ്ചി സ്തൂപ, മധ്യപ്രദേശിലുള്ള സഞ്ചി സ്തൂപ is an example of this kind of architecture. ഓക്കെ, സഞ്ചി സ്തൂപ. അപ്പൊ ഈ എക്സാമ്പിൾസ് ഓൾസോ തിരിച്ചു മറിച്ചും പറയണം. ഇനി പഠിക്കാനുള്ളത് മിഡീവൽ ആർക്കിടെക്ചർ. മിഡീവൽ ആർക്കിടെക്ചറിലെ ഇൻഡോ ഇസ്ലാമിക്, മുഗൾസ് വരുന്ന സമയത്തുള്ള ആർക്കിടെക്ചർ ആണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഇവിടെ എന്താണ്? ഡോംസ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഡോംസ് ഓർ സെമി സർക്കുലർ റൂഫ്സ് became the trademark. Domes or semicircular roof. രണ്ട് പോയിന്റ് പഠിക്കാമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുന്നത്തെ ഒരിക്കൽ പറയണം, ഇത് ഒരിക്കൽ പറയണം. ഏൻഷ്യന്റിലെ ഹാരപ്പൻ ടൈംസ് ആയിരുന്നു. ബേക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തു, ലാർജ് റോക്സ് യൂസ് ചെയ്തു, കേവ് സ്പേസസ് യൂസ് ചെയ്തു. Sculptures, fine sculptures was introduced by Buddhist and temple architecture. Sanchi Stupa is an example. ഇനി വീണ്ടും ഇത് പറയണം. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ആണ് medieval ടൈംസിൽ. Domes and semicircular roofs became the trademark. അപ്പൊ എന്റെ കൂടെ കാണാതെ പറഞ്ഞു പോണേ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഹുമയൂൺ ടോംബ്. ഇതിന്റെ തൊട്ട് മുന്നത്തെ എന്റെ എക്സാമ്പിൾ എന്തായിരുന്നു? സഞ്ചി സ്തൂപ ഓഫ് മധ്യപ്രദേശ്. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ഹുമയൂൺ ടോംബ്. ഇതെന്ന് പറഞ്ഞ എന്താ? മിഡീവൽ ടൈം. ഇനിയുള്ളത് മോഡേൺ ആർക്കിടെക്ചർ. മോഡേൺ ആർക്കിടെക്ചർ ഓൾഡർ ആർക്കിടെക്ചർ, പണ്ടുണ്ടായിരുന്ന ആർക്കിടെക്ചറിനെ ബ്രിട്ടീഷ് ടൈംസിലുള്ള ആർക്കിടെക്ചറുമായിട്ട് രണ്ടും കൂടി ക്ലബ് ചെയ്തു. ഓക്കെ, ടെക്സ്റ്റിൽ നല്ല ഭംഗിയുള്ള ഛത്രപതി ശിവാജി ടെർമിനസ് പടം തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് ടു സീ. ഓക്കെ, അപ്പൊ മോഡേൺ ആർക്കിടെക്ചർ കമ്പൈൻഡ് ഓൾഡർ ആർക്കിടെക്ചർ ട്രഡീഷൻ വിത്ത് ബ്രിട്ടീഷ് ടൈംസ്. ഇതാണ് മോഡേൺ ആർക്കിടെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മോഡേൺ ആർക്കിടെക്ചർ ടൈംസിൽ ഓൾഡർ ആർക്കിടെക്ചർ പ്ലസ് ബ്രിട്ടീഷ് ടൈം, ഛത്രപതി ശിവാജി ടെർമിനസ്. അപ്പൊ ഇത് മുഴുവൻ ഓരോ റൗണ്ട് പോസ് ചെയ്തിട്ട് കാണാതെ പറഞ്ഞു നോക്കിയാൽ ഇതെല്ലാം കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ? ഏൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. ഏൻഷ്യന്റിലെ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കാനുണ്ട്? മിഡീവലിൽ 2 പോയിന്റ്സ് ഉള്ളൂ. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, സെമി സർക്കുലർ റൂഫ്സ് became the trademark എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മറ്റു മുസ്ലിം പള്ളികളുടെയൊക്കെ മുകളിൽ സെമി സർക്കുലർ റൂഫ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഡോംസ് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ this became the trademark of ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഹുമയൂൺസ് ടോംബ് ഇൻ ഡൽഹി is an example. അതുപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. But Humayun's tomb നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. മോഡേൺ ആർക്കിടെക്ചർ കമ്പൈൻ ഓൾഡർ ആർക്കിടെക്ചർ പ്ലസ് ബ്രിട്ടീഷ് ടൈംസ്. ഛത്രപതി ശിവാജി ടെർമിനസ് is an example. Now coming to the next topic. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചു. Now we are going to study about the literature. ലിറ്ററേച്ചറിൽ എന്തൊക്കെ ടൈപ്പ് ലിറ്ററേച്ചർ? Religious literature, non-religious literature, the language that were used and how it was passed on. ഈ 3 മേജർ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ലിറ്ററേച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ലിറ്ററേച്ചർ ഒരു റൗണ്ട് പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. there were different types of literature എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ലാംഗ്വേജിലാന്ന് പറഞ്ഞിട്ടുണ്ട്, how it was passed on എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. ടൈപ്സിലെ റിലീജിയസ് എന്ന് പറയുന്നത് എന്താ? വേദാസ്, രാമായണാസ്, മഹാഭാരത, പുരാണ ഒക്കെ റിലീജിയസ് ആർക്കിടെക്ചറിന്റെ കീഴിൽ വരുന്നതാണ്. There were many others as well, but Vedas, Ramayana, Mahabharata, Purana is given in your text. So all these comprised of religious architecture. Non-religious architecture എന്ന് പറയുന്നത് സ്റ്റോറീസ് ഉണ്ട്. പഞ്ചതന്ത്ര സ്റ്റോറീസ്, പോയംസ്, ഡ്രാമാസ് ഒക്കെ non-religious architecture. റിലീജിയനെ പറ്റിയിട്ട് അല്ലാത്ത ആർക്കിടെക്ചർ അല്ല ലിറ്ററേച്ചർ. ഓക്കെ, non-religious literature, സ്റ്റോറീസ്, പോയംസ്, ഡ്രാമാസ്. സോ ടൈപ്സ് എന്തൊക്കെയായിരുന്നു? റിലീജിയസ്, നോൺ റിലീജിയസ്. റിലീജിയസിൽ എന്തൊക്കെയായിരുന്നു? വേദാസ്, പുരാണാസ്,
മഹാഭാരത, രാമായണം ഒക്കെ. നോൺ റിലീജിയസിലെ സ്റ്റോറീസ്, പോയംസ്, ഡ്രാമസ്. നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാൻ എന്തൊക്കെയുണ്ട്? മലയാളത്തിൽ നമ്മൾ നോക്കിയാൽ കഥകൾ പഠിക്കാനുണ്ട്, ഡ്രാമ പഠിക്കാനുണ്ട്, പോയംസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നോൺ റിലീജിയസിൽ. ഓക്കെ, ലാംഗ്വേജസ് ഏതൊക്കെയാണ്? പല ലാംഗ്വേജസിലുണ്ട്. ഏറ്റവും കൂടുതൽ സാൻസ്ക്രിറ്റിലുണ്ട്, അതേപോലെ തന്നെ ഹിന്ദി വാസ് ദെയർ, ഉറുദു വാസ് ദെയർ, മുഗൾസ് ഉറുദു യൂസ് ചെയ്തിട്ടുണ്ട്, അറബിക് വാസ് ദെയർ. കാരണം മുസ്ലിംസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അറബിക് ഗോട്ട് ഇൻട്രൊഡ്യൂസ്, പേർഷ്യൻ ഗോട്ട് ഇൻട്രൊഡ്യൂസ്ഡ്. സോ സാൻസ്ക്രിറ്റ്, പാലി, പ്രാകൃത്. ഓക്കെ, പാലി പ്രാകൃത് നിങ്ങൾ അത്രയും കേട്ടിട്ടുണ്ടാവില്ല. ദ്രവീഡിയൻ ഓൾസോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. സോ സാൻസ്ക്രിറ്റ്, പാലി, പ്രാകൃത്, ദ്രവീഡിയൻ. പിന്നെ പേർഷ്യൻ, അറബിക്, ഉറുദു, ഹിന്ദി. ഓക്കെ, പേർഷ്യൻ, അറബിക്, ഉറുദു, ഹിന്ദി. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, സാ, പാ. ഓക്കെ, സായും പായും വന്നു, പിന്നെ ഒരു പാ വന്നു, പി എ. ഓക്കെ, എസ് എ എന്താണ്? സാൻസ്ക്രിറ്റിന്റെ എസ് എ വന്നു, സാ പാ വന്നു, പിന്നെയും ഒരു പാ വന്നു. നോക്കിയേ, പി എ. ഓക്കെ, പി എ, ഇ എ ക്യാപിറ്റൽ. അപ്പൊ സാൻസ്ക്രിറ്റ് ഉണ്ട്, പാലി ഉണ്ട്, പേർഷ്യൻ ഉണ്ട്, അറബിക് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? പിന്നെന്താണ്? ധൂപ്പ്, DHUP കൊടുക്കാം, DHUP. ഓക്കെ, ഡിയിൽ എന്താണ്? ഇത് ഫുൾ പഠിക്കണം എന്നില്ല. ഇനി വലുതാവുമ്പോ ഇതേപോലെ കോഡൊക്കെ ഉണ്ടാക്കേണ്ടി വരും, കഥകൾ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ D ഫോർ ദ്രവീഡിയൻ, H ഫോർ ഹിന്ദി, U ഫോർ ഉറുദു ആൻഡ് P ഫോർ പ്രാകൃത്. ഓക്കെ, P ഫോർ പ്രാകൃത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ് ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് കഥ ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. ഇത് ഫുള്ളൊന്നും പഠിക്കേണ്ട, ഒരു 5 മാക്സിമം പഠിച്ചാൽ മതി. അത് നമുക്ക് എന്തൊക്കെ അറിയാം? സാൻസ്ക്രിറ്റ് ഒബ്വിയസ്ലി അറിയാം, ഹിന്ദി ഒബ്വിയസ്ലി അറിയാം, ഉറുദു, പേർഷ്യൻ, അതേപോലെ തന്നെ അറബിക്. ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ലിറ്റററി നോളജ് ട്രാൻസ്ഫർ ആയത്? ത്രൂ ഓറൽ ട്രഡീഷൻ. ഓറൽ എന്ന് പറയുന്നത് വായ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട്, അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, അമ്മൂമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതേപോലെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. സോ സ്റ്റോറീസ്, ഫോക്ക് ടെയിൽസ്, സോങ്സ്, ഇതെല്ലാമാണ് നാടൻ കഥകൾ. അമ്മൂമ്മ പറഞ്ഞു തരുന്ന നാടൻ കഥകൾ, അമ്മ കിടത്തി ഉറക്കുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പാടുന്ന പാട്ടുകൾ, കൊയ്ത്തിന്റെ സമയത്ത് പാടുന്ന പാട്ടുകൾ. മറ്റേ കൊയ്ത്തിന്റെ സമയത്ത് എല്ലാവരും കൂടുമ്പോഴത്തേക്കും കഥകൾ പറയും. ആ കഥകളെല്ലാം ബൈ വേർഡ് ഓഫ് മൗത്ത് ഇറ്റ് ഗോട്ട് ട്രാൻസ്ഫേർഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു ജനറേഷനിൽ ഇനി ഒരു ജനറേഷനിലേക്ക് ബൈ വേർഡ് ഓഫ് മൗത്ത് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. സ്റ്റോറീസ്, ഫോക്ക് ടെയിൽസ്, സോങ്സ് ഗോട്ട് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ബൈ വേർഡ് ഓഫ് മൗത്ത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ടൈപ്സ് പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു, ഹൗ ഇറ്റ് വാസ് പാസ്ഡ് ഓൺ എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് ടോപ്പിക് സബ് ടോപ്പിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ഇതൊന്ന് കാണാതെ പറഞ്ഞു നോക്കൂ, ഒന്ന് പോസ് ചെയ്തിട്ട്. റിലീജിയസ്, നോൺ റിലീജിയസ്. റിലീജിയസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നോൺ റിലീജിയസിലെ സ്റ്റോറീസ്, പോയംസ്, ഡ്രാമാസ്. ലാംഗ്വേജസിൽ നമ്മൾ ഒരു കോഡ് ഇട്ടു, അത് എത്ര വേണമെങ്കിലും ഓർമ്മയുള്ളത് പറഞ്ഞു നോക്ക്. ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു, ഫോർ യുവർ മെമ്മറി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ലിറ്റററി നോളജ് പാസ്ഡ് ഓൺ? സ്റ്റോറീസ്, പോയംസ്, സോങ്സ്, ഫോക്ക് ടെയിൽസ് എല്ലാം ബൈ വേർഡ് ഓഫ് മൗത്ത്. ഓറൽ ട്രഡീഷൻ എന്നാണ് അതിനെ പറയുക. ബൈ വേർഡ് ഓഫ് മൗത്ത് ഇറ്റ് ഗോട്ട് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഓറൽ ട്രഡീഷൻ. Now coming to what were the languages. ഈ സൈഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ലാംഗ്വേജ് ഉണ്ടായിരുന്നു അല്ലെ? മോളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ലാംഗ്വേജ്. ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ലാംഗ്വേജിൽ എന്തൊക്കെയാ? ലാംഗ്വേജ് പല ന്യൂമറസ് ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ് were spoken throughout the country. What is meant by dialect എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പല ലാംഗ്വേജസും ഡയലക്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂമറസ് ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്. വാട്ട് ഇസ് ഡയലക്ട്? ഡയലക്ട് ഇസ് എ വേ ഓഫ് സ്പീക്കിംഗ് a language. അപ്പൊ മലയാളം തന്നെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഇപ്പൊ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന പോലെയല്ല കോഴിക്കോട് സംസാരിക്കുന്ന, കോഴിക്കോട് പോലെയല്ല കണ്ണൂർ സംസാരിക്കുന്ന, തൃശ്ശൂര് സംസാരിക്കുന്ന ഒക്കെ വ്യത്യാസമുണ്ട് അല്ലെ? These types are known as dialects. It is way of speaking a language, way of speaking Malayalam language in a particular area in Tiruvandhuram by a particular group or by a particular group. ഇപ്പൊ ട്രൈബലിൽ നമ്മൾ പോയാൽ ഇറ്റ്സ് ഇൻ എ ഡിഫറെന്റ് വേ ദേ സ്പീക്ക് മലയാളം. ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് നമുക്ക് ചിലപ്പോൾ തനി ട്രൈബൽ ഭാഷ മനസ്സിലാക്കാനായിട്ട്, തനി തിരുവനന്തപുരം ഭാഷ മനസ്സിലാക്കാനായിട്ട് മറ്റേ തൃശ്ശൂരുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? സോ ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, how they speak one particular language. Malayalam തന്നെ different ആയിട്ട്. That is known as dialect. So what is dialect? It is a way of speaking a language in a particular area or by a particular group of people. So എങ്ങനെയാ ലാംഗ്വേജിനെ പറ്റി പഠിക്കാനുള്ള? Different languages were spoken in different languages were spoken
ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ്. ഡിഫറെന്റ് ലാംഗ്വേജസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ്. ഇൻ എ സ്റ്റേറ്റ് അല്ല, ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ബട്ട് വിത്തിൻ എ സ്റ്റേറ്റ്. അപ്പൊ കേരളത്തിലും കർണാടകത്തിലും വേറെ വേറെ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യും. കേരളത്തിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ഡയലക്ട്സ്. വിത്തിൻ എ സ്റ്റേറ്റ് ഡിഫറെന്റ് ഡയലക്ട്സ് were spoken. Different languages were spoken in different states, and within a state different dialects were used. So 22 scheduled languages ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഭരണഘടന എന്ന് പറയാം. അതിനനുസരിച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിനെ ഭരിക്കുന്നത്. അതിലുള്ള അതാണ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിനെ ഭരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട്. സോ അതിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് 22 ഷെഡ്യൂൾ ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ഒബ്വിയസ്ലി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും അറിയാവുന്നൊക്കെ പറഞ്ഞാൽ മതി. മലയാളമുണ്ട്, തമിഴുണ്ട്, കന്നഡ ഉണ്ട്, കൊങ്കണി ഉണ്ട്, കൊങ്കണി ആൾക്കാരുണ്ട്, ഹിന്ദി ഒബ്വിയസ്ലി നമുക്കറിയാം, ഗുജറാത്തി, ബംഗാളി, ആസാമീസ്, ഇതേപോലെ ഇഷ്ടം പോലെ ലാംഗ്വേജസ് ഉണ്ട്. തെലുങ്ക് ഡെഫിനറ്റ്ലി ഈസ് ആൻ വണ്ടർഫുൾ എക്സാമ്പിൾ. അതൊക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ പല ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ് സ്പീക്ക് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ഡയലക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് സ്പീക്കിംഗ് എ ലാംഗ്വേജ് വിത്തിൻ എ പെർട്ടിക്കുലർ ഏരിയ ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഡിഫറെന്റ് ലാംഗ്വേജസ് ആർ സ്പോക്കൺ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ആൻഡ് വിത്തിൻ എ സ്റ്റേറ്റ് ഡിഫറെന്റ് ഡയലക്ട്സ് ആർ സ്പോക്കൺ എന്ന് പറഞ്ഞു. 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജ്, മറക്കരുത്, 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ആർ recognized by the constitution. അതിന്റെ എക്സാമ്പിൾസ് ഓൾസോ നമ്മൾ പഠിച്ചു. ഓക്കെ, എല്ലാം പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ലാംഗ്വേജിന്റെ താഴെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പെയിന്റിംഗ് പഠിക്കാൻ. അപ്പൊ ആദ്യത്തെ പേജിൽ എന്തൊക്കെയായിരുന്നു? ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു, അതിന്റെ താഴെ നമുക്ക് ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു, ഇപ്പുറത്തെ സൈഡിലെ മോളിലെ ലാംഗ്വേജ് ഉണ്ട്, താഴെ പെയിന്റിംഗ് ഉണ്ട്. ഇനി ഇതെല്ലാം ഒരു റൗണ്ട് കാണാതെ പറഞ്ഞു നോക്കണം. ഓക്കെ, പെയിന്റിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ ആണ് പഠിക്കാനുള്ളത്. ഏൻഷ്യനിൽ എന്ത് പഠിക്കാനുണ്ട്? കേവ് ഡ്വെല്ലേഴ്സ് പെയിന്റഡ് ഓൺ കേവ്സ്. കേവ്സിന്റെ കാര്യം പറയാം. കേവ് ഡ്വെല്ലേഴ്സ്, കേവില് ജീവിച്ചിരിക്കുന്ന ആൾക്കാര് കേവ്സിന്റെ ഉള്ളിൽ പെയിന്റ് ചെയ്തു. ഇതിന്റെ എക്സാമ്പിൾ ആണ് അജന്ത കേവ്സ്, ബദാമി കേവ്സ് ഒക്കെ കുറേ ഉണ്ട്. അതിൽ രണ്ടെണ്ണാണ് നമുക്ക് കുറേ ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, കേവ് പെയിന്റിങ്സ് ഉള്ളത്. കേവ് ഡ്വെല്ലേഴ്സ് പെയിന്റഡ് ഓൺ കേവ്സ്. ഏൻഷ്യൻ ടൈംസിൽ അജന്ത കേവ്സ് ആൻഡ് ബദാമി കേവ്സ് ആർ എക്സാമ്പിൾസ്. പിന്നെ മിഡീവൽ ടൈംസിൽ എന്ത് സംഭവിച്ചു? മിഡീവൽ ടൈംസിൽ മിനിയേച്ചർ പെയിന്റിംഗ്, കുഞ്ഞ പെയിന്റിംഗ് ബട്ട് വെരി ഡീറ്റെയിൽ. മിനിയേച്ചർ പെയിന്റിംഗ് ആർ സ്മോളർ ദാൻ ദ നോർമൽ പെയിന്റിംഗ്, ബട്ട് ഇറ്റ് വാസ് വെരി വെരി ഡീറ്റെയിൽ. ഓക്കെ, കുഞ്ഞു പെയിന്റിങ്സ് ആണ്, ഫൈൻ മിനിയേച്ചർ പെയിന്റിങ്സ് ബട്ട് വെരി ഡീറ്റെയിൽ. മോഡേൺ ടൈമിൽ പല പെയിന്റിംഗ് സ്റ്റൈൽസ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെയിന്റിംഗ് സ്റ്റൈൽസ് were developed. മൾട്ടിപ്പിൾ പെയിന്റിംഗ് സ്റ്റൈൽസ് ആർ there. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തത് മോഡേൺ ടൈമിലാണ്. മോഡേൺ ടൈമിൽ ഫേമസ് ആയിട്ടുള്ള പെയിന്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്, ആർട്ടിസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് രാജാ രവിവർമ്മ, അഭിനേന്ദ്രനാഥ് ടാഗോർ, അമൃത ഷേർഗിൽ ഒക്കെ എക്സാമ്പിൾസ് ആണ്. രാജാ രവിവർമ്മ, അഭിനേന്ദ്രനാഥ് ടാഗോർ, അമൃത ഷേർഗിൽ. രാജാ രവിവർമ്മ, അഭിനേന്ദ്രനാഥ് ടാഗോർ, അമൃത ഷേർഗിൽ. ഇങ്ങനെ ഒരു 3-4 തവണ പറയണം. മോഡേൺ പെയിന്റ്, ഏൻഷ്യന്റില് കേവിന്റെ അകത്തുള്ള പെയിന്റിങ്സ്, മീഡിയവൽ ടൈമിൽ മിനിയേച്ചർ പെയിന്റിങ്സ് വെരി ഡീറ്റെയിൽഡ്, മോഡേൺ ടൈമിലും പല പെയിന്റിംഗ് സ്റ്റൈൽസും എക്സാമ്പിൾസും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണാതെ പറഞ്ഞു നോക്കണം. അപ്പൊ ഇതുവരെ ഒന്ന് പോസ് ചെയ്തിട്ട് ഫുൾ ഒന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ, ഒറ്റയടിക്ക് നമുക്ക് ഈ ചാപ്റ്റർ അപ്പൊ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആർക്കിടെക്ചർ, ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിറ്ററേച്ചറിൽ തന്നെ ലിറ്ററേച്ചറിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്, എന്ത് ലാംഗ്വേജ് ഉണ്ട്, ഹൗ ഇറ്റ് വാസ് പാസ്ഡ് ഓൺ. ലാംഗ്വേജസിൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്, ഡിഫറെന്റ് സ്റ്റേറ്റ്സിലെ ഡിഫറെന്റ് ലാംഗ്വേജ്, അതേപോലെ വിത്തിൻ എ സ്റ്റേറ്റ് പല ഡയലക്ട്സ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ആണ് റെക്കഗ്നൈസ്ഡ് എക്സാമ്പിൾസ്. പെയിന്റിംഗിൽ ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ. ഏൻഷ്യൻ കേവ് ഡ്വെല്ലേഴ്സ്, കേവ്സിനകത്ത് വരയ്ക്കുന്നത് അജന്ത കേവ്സ്, ബദാമി കേവ്സ്. മിഡീവലിൽ ഫൈൻ മിനിയേച്ചർ പെയിന്റിങ്സ് ആണ്, വെരി ഡീറ്റെയിൽഡ് ആണ്. മോഡേണിൽ പെയിന്റിംഗ് സ്റ്റൈൽ, പല പെയിന്റിംഗ് സ്റ്റൈൽസ് ഡെവലപ്പ് ആയി, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. നൗ കമ്മിങ് ടു മ്യൂസിക് ആൻഡ് ഡാൻസ്. മ്യൂസിക്കിൽ എന്താ പഠിക്കാനുള്ളത്? എന്തൊക്കെ ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ട്? ഈ മേജർലി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ 2 ടൈപ്പ്. പിന്നെ ട്രൈബൽ ആൻഡ് ഫോക്ക് മ്യൂസിക് ഉണ്ട്, റീജിയണൽ മ്യൂസിക്സ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നൗ കമ്മിങ് ടു നമുക്ക് മ്യൂസിക്കൽ സ്റ്റൈൽസ് എന്തൊക്കെയാ? ഫസ്റ്റ് ക്ലാസിക്കൽ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ജനറലി കർണാട്ടിക് മ്യൂസിക് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻസ് ഹിന്ദുസ്ഥാനി, ബട്ട് ദെൻ നൗ ദർ ഇസ് എ മിക്സ്. കർണാട്ടിക് മ്യൂസിക് ആൻഡ് ഹിന്ദുസ്ഥാനി ആർ നോൺ ആസ് എ ക്ലാസിക്കൽ ഫോംസ് ഓഫ് മ്യൂസിക് ഇൻ ഇന്ത്യ. Then there is tribal and folk. Folk music ഒക്കെ generally എപ്പോഴാണ് ചെയ്യുന്നത്? കൊയ്ത്തിന്റെ സമയത്ത്, ഹാർവെസ്റ്റ് ടൈംസ്, or during major life events like birth, marriage ഒക്കെ വരുമ്പോഴാണ്
ഫോക്ക് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിക്കൽ മ്യൂസിക്സ്, ട്രൈബൽ മ്യൂസിക്, ഫോക്ക് മ്യൂസിക്, റീജിയണൽ മ്യൂസിക്, 4 ടൈപ്പാണ്. ക്ലാസിക്കൽ മ്യൂസിക്, ഹിന്ദുസ്ഥാനി, കർണാട്ടിക് മ്യൂസിക്. ഫോക്ക് മ്യൂസിക് ഇസ് ജനറലി പ്ലേ ഡ്യൂറിങ് ഹാർവെസ്റ്റ് ഓഫ് ബർത്ത് ആൻഡ് മാരേജസിനൊക്കെയാണ് കളിക്കുക. ഇനി നൗ കമ്മിങ് ടു റീജിയണൽ മ്യൂസിക്. ഓരോരോ റീജിയന് അതിൻ്റെതായ മ്യൂസിക് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റൈൽസ് ഉണ്ട്, കേൾക്കാൻ നല്ല രസമാണ്. ഓക്കെ, അത് നമുക്ക് കുറെ കൂടി പാടാൻ പറ്റുന്ന സ്റ്റൈലാണ്. ക്ലാസിക്കലൊക്കെ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടാലന്റ് ആൻഡ് ബ്ലെസ്സിങ്സ് ഡെഫിനറ്റ്ലി. പക്ഷെ മറ്റേത് ഓഫ്കോഴ്സ് ബ്ലെസ്സിങ്സ് ഉണ്ട്, ബട്ട് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ഭയങ്കര നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും പാടാനായിട്ട്. ഇപ്പൊ രാജസ്ഥാന്റെ മ്യൂസിക്കിന്റെ പേര് ഇങ്ങനെ എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ യു ഹാവ് ടു ക്രിയേറ്റ് എ സ്മോൾ ടേബിൾ. ഓക്കെ, ടേബിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഓർമ്മ വരും. ഓക്കെ, രാജസ്ഥാൻ ലോട്ടിയ, അപ്പൊ റാലോ എന്ന് എഴുതിയിടണം. ഓക്കെ, റാലോ, രാജസ്ഥാൻ ലോട്ടിയ, രാജസ്ഥാൻ ലോട്ടിയ, രാജസ്ഥാൻ ലോട്ടിയ എന്ന് 3 പ്രാവശ്യം പറയണം. ഉത്തർപ്രദേശ് റസിയ. ഓക്കെ, ഉത്തർപ്രദേശ് ഉത്ര, ഉത്ര എന്ന് എഴുതിയിടണം. ഉത്തര എന്ന് പറഞ്ഞിട്ട് ആരോ ഉണ്ടല്ലോ, ഉത്തർപ്രദേശ് റസിയ എന്ന് ഉത്ര, ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിടണം. ഉത്തർപ്രദേശ് റസിയ എന്ന് 3 പ്രാവശ്യം പറയാം. ഗോവ മണ്ടോ. ഓക്കെ, ഗോമാതാവിനെ പറയുന്ന പോലെ. ഓക്കെ, തമിഴ്നാടു അമ്മനൈവാരി, തമിഴ്നാടു അമ്മനൈവാരി. ഓക്കെ, അപ്പൊ തമ്മ എന്ന് എഴുതിയിടണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ റാലോ ഉത്ര ഗോമ തമ്മ. ഓക്കെ, റാലോ ഉത്ര ഗോമ തമ്മ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ രാജസ്ഥാൻ ലോട്ടിയ, ഉത്തർപ്രദേശ് റസിയ, ഗോവ മാണ്ടോ ആൻഡ് തമിഴ്നാടു അമ്മനൈവാരി. ഓക്കെ, ഇത് കുറെ തവണ പറഞ്ഞിട്ട് എങ്ങനെ ഈ മറ്റേ പൊടിക്കൈകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്ലാസിക്കൽ മ്യൂസിക്സ് ഉണ്ട്, ട്രൈബൽ ആൻഡ് ഫോക്ലോസ് ഉണ്ട്, റീജിയണൽ മ്യൂസിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഹിന്ദുസ്ഥാനി, കർണാട്ടിക് മ്യൂസിക്. ആൻഡ് ട്രൈബൽ ആൻഡ് ഫോക്ക് സോങ്സിൽ ഫോക്ക് സോങ് എപ്പോഴാണ് പാടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, to celebrate harvest or birth, marriages ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. റീജിയണൽ മ്യൂസിക്സിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. രാജസ്ഥാനിലെ ലോട്ടിയ, ഉത്തർപ്രദേശ് റസിയ, ഗോവ മണ്ടോ, തമിഴ്നാടു അമ്മനൈവാരി. Now we have to deal with the instruments as well. Instruments generally classical instruments എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് തബല, സിത്താർ ഉണ്ട്, അതേപോലെ ഫ്ലൂട്ട് ആൻഡ് സരോദ്. ഓക്കെ, ഇത് സരോദ്, ദിസ് ഇസ് സരോദ് ആൻഡ് ദിസ് ഇസ് സിത്താർ. ഓക്കെ, ദിസ് ഇസ് സിത്താർ. ഓക്കെ, അപ്പൊ സരോദ്, സിത്താർ, ഫ്ലൂട്ട് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ. വീണ ഡെഫിനറ്റ്ലി ഈസ് ആൻ എക്സാമ്പിൾ അല്ലെ. ഇങ്ങനെ കുറെ ഉണ്ട്, മദ്ദളം ഉണ്ട്, നമുക്ക് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് മ്യൂസിക്കിന്റെ പരിപാടി. ഓക്കെ, നൗ കമ്മിങ് ടു ഡാൻസ് പോർഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡാൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡാൻസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഡാൻസിൽ ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് ഡാൻസസ്, നമ്മൾ സന്തോഷം വരുമ്പോൾ കളിക്കുന്ന സംഭവങ്ങളാണ് ഫോക്ക് ഡാൻസസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഡാൻസിൽ ക്ലാസിക്കൽ ഡാൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് ലോസ്, ഒരു റൂൾസ് പ്രകാരമാണ് ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നത്. അപ്പൊ കുറെ ലോസ് ഉണ്ട്. ആ ലോസ് എവിടെയുള്ളത്? ഇറ്റ് ഈസ് റിട്ടൺ ഇൻ നാട്യശാസ്ത്ര. ഓക്കെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ് ലോസ് ഓഫ് ഡാൻസ് laid down by നാട്യശാസ്ത്ര. അതിന്റെ റൂൾസ്, ലോസ് ആണ് ക്ലാസിക്കൽ ഡാൻസ് ഫോളോ ചെയ്യുന്നത്. There are 7 major dance styles, classical dance styles, which are from different states. Okay, അപ്പൊ ക്ലാസിക്കൽ ഡാൻസസിന്റെ എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന, മേജർ ആയിട്ട് അറിയാവുന്ന സംഭവങ്ങളുണ്ട്. ഒബ്വിയസ്ലി തമിഴ്നാട്ടു കർണാടക ഭരതനാട്യം, കേരളത്തിലെ കഥകളി, മണിപ്പൂര് ഈശ്വരൻ ഗ്രൗണ്ട് സിമ്പിൾ ആണ്, മണിപ്പൂരി. ഉത്തർപ്രദേശിലെ കഥക്, ഒഡീഷ ഒഡീസി, രണ്ടും കേൾക്കാൻ ഒരേപോലെ തന്നെയാണ്. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, ആസാം സത്രിയ. ഇതായിരിക്കും നിങ്ങൾ മേജർലി കേൾക്കാത്തത്, ആസാമിലെ സത്രിയ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പഠിക്കണം? തമിഴ്നാടും കർണാടകത്തിലും ഭരതനാട്യം, ഇതൊക്കെ കാണാതെ പറഞ്ഞു നോക്കണം. തമിഴ്നാടു കർണാടക ഭരതനാട്യം, കേരളത്തിലെ കഥകളി, മണിപ്പൂരിലും മണിപ്പൂരി, ഉത്തർപ്രദേശ് കഥക്, ഒഡീഷ ഒഡീസി, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, ആസാം സത്രിയ, കാണാതെ പറഞ്ഞു നോക്കണം. അപ്പൊ ഒന്നുകൂടി നോക്കിയ, ക്ലാസിക്കൽ ഡാൻസിലെ ലോസ് ഉണ്ട്, ലോസ് ബൈ നാട്യശാസ്ത്ര ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ല ഫോളോ ചെയ്യുന്ന ഡാൻസ് സ്റ്റൈലാണ് ക്ലാസിക്കൽ ഡാൻസ്. Then what did we learn? 7 style classical dance styles നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് കാണാതെ പറഞ്ഞു നോക്കി, ഓർമ്മയില്ലാത്തോളം കാണാതെ പറഞ്ഞു നോക്കണം. ഓക്കെ, നൗ ഫോക്ക് ഡാൻസസ് ജനറലി എപ്പോഴാ കളിക്കുന്നത്? in order to celebrate the turn of seasons. ഓക്കെ, ഇപ്പൊ വസന്തം വരുമ്പോ, അതായത് സ്പ്രിംഗ് സീസൺ വരുമ്പോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹാർവെസ്റ്റ് സീസൺ വരുമ്പോ ഒക്കെ ഡാൻസ് കളിക്കും, ഫോക്ക് ഡാൻസസ് കളിക്കും, ഹാർവെസ്റ്റ് ടൈമിൽ ഡാൻസസ് കളിക്കും. ആൻഡ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ, ആൾക്കാരുടെ ഇടയിൽ നടക്കുമ്പോൾ, ബർത്ത്,
നേരത്തെ പറഞ്ഞ പോലെ കല്യാണം ഒക്കെ വരുമ്പോഴത്തേക്കും ഫോക്ക് ഡാൻസസ് ആർ ജനറലി പ്ലേഡ്. ഓക്കെ, നൗ ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പഞ്ചാബില് ഗിദ്ദ, ഭംഗട ഡാൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഉണ്ട്. ഗിദ്ദ, ഭംഗട ഡാൻസ് ഒക്കെ പഞ്ചാബില് കളിക്കുന്നതാണ്. ഗിദ്ദ, ഭംഗട ഡാൻസ് എന്ന് പറയുന്നത് തോന്നുന്നു. ഭംഗട ഡാൻസ് പഞ്ചാബില് കളിക്കുന്നതാണ്. ഗുജറാത്തില് ഗർബ ഡാൻസ്, ഓക്കെ, ദിവാലി ടൈമില് നവരാത്രി ടൈമിലൊക്കെ ഗർബ ഡാൻസ് ഭയങ്കര കോമൺ ആയിട്ട് കളിക്കുന്നതാണ്. ദാണ്ടിയയും ഗർബയും ഗുജറാത്തില് ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നവരാത്രി ടൈമിലും ദിവാലി ടൈമിലും ഒക്കെ ഇവര് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രാജസ്ഥാനില് ഘൂമർ, ഒരു പാട്ടുണ്ടല്ലോ, ഘൂമർ എന്ന് പറഞ്ഞിട്ട്, ഘൂമർ ആൻഡ് നോട്ടങ്കി. ഓക്കെ, നോട്ടങ്കിയാണ് രാജസ്ഥാനിൽ കളിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ കാണാൻ പഠിക്കുന്നത്? പഞ്ചാബില് ഗിദ്ദ ഭംഗട, പഞ്ചാബില് ഗിദ്ദ ഭംഗട, എന്നിട്ട് ഗുജറാത്തില് ഗർബ ദാണ്ടിയ. പിന്നെ പഞ്ചാബിന്റെ കാര്യം വീണ്ടും പറയണം. പഞ്ചാബില് ഗിദ്ദ ഭാഗട, ഗുജറാത്തില് ഗർബ ദാണ്ടിയ. ഇത് നോക്കി പറയാൻ പറ്റില്ല, കാണാണ്ട് പറയണം. രാജസ്ഥാനില് ഘൂമർ നോട്ടങ്കി. ഓക്കെ, പിന്നെ അതേ 3 കാണാതെ പറയണം. പിന്നെ ക്ലാസിക്കൽ ഫോംസ് ഒന്നും കൂടി പറഞ്ഞു നോക്കണം. തൊട്ട് മുന്നേ പഠിച്ച ക്ലാസിക്കൽ ഫോംസ് ഒന്നും കൂടി പറഞ്ഞു നോക്കണം. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ലേൺ. ബൈ ഹാർട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ് ഒബ്വിയസ്ലി. അപ്പൊ ബൈ ഹാർട്ട് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. തൊട്ട് മുന്നത്തത് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുക. സോ ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം, ടു പുഷ് യുവർ മെമ്മറി. ഓക്കെ, പഞ്ചാബില് ഗിദ്ദ ഭാംഗട, ഗുജറാത്തില് ഗർബ ദാണ്ടിയ റാസ്, രാജസ്ഥാനില് ഘൂമർ നോട്ടങ്കി. ഇതിന്റെ തൊട്ട് മുന്നേ എന്താ പഠിച്ചു? ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് 7 ലോസ് ഫോളോ ചെയ്യുന്ന, അല്ല 7 മേജർ ടൈപ്സ് ഉണ്ട്. ഇറ്റ് ഫോളോസ് ലോസ് laid down by നാട്യ ശാസ്ത്ര എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് 7 ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റൈൽസ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. തമിഴ്നാടുവിലും കർണാടകത്തിലും ഭരതനാട്യം, കേരളത്തിലെ കഥകളി, മണിപ്പൂരിലും മണിപ്പൂരി, ഉത്തർപ്രദേശിലെ കഥക്, ഒഡീസി, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, ആസാം സത്രിയ. ആൻഡ് ഫോക്ക് ഡാൻസസ് എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡ്യൂറിങ് ടേൺ ഓഫ് ഇവന്റ്സ് ഓർ ഹാർവെസ്റ്റ് നടക്കുമ്പോഴത്തേക്കും, ഓർ ഹാപ്പനിങ്സ് ഇൻ ഡെയിലി ലൈഫ് ഒക്കെ നടക്കുമ്പോഴാണ് ഇത് ഫോളോ ചെയ്യുന്നത്. പഞ്ചാബില് ഗിദ്ദ ഭാംഗട, ഗുജറാത്തില് ഗർബ ദാണ്ടിയ റാസ്, മറ്റേ കോലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ് ദാണ്ടിയ റാസ്. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ ഘൂമർ നോട്ടങ്കി. ഓക്കെ, ഘൂമർ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ദീപിക പതുക്കോണ്ട് പാട്ടാണ്. നൗ കമ്മിങ് ടു യുനെസ്കോ. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് എന്തൊക്കെ പഠിച്ചു? ആർക്കിടെക്ചർ പഠിച്ചു, ലിറ്ററേച്ചർ പഠിച്ചു, പിന്നെ ലാംഗ്വേജ് പഠിച്ചു, ലാംഗ്വേജിന്റെ താഴെ പെയിന്റിംഗ് പഠിച്ചു, ഇപ്പുറത്തെ നമ്മൾ എന്ത് പഠിച്ചു? മ്യൂസിക് പഠിച്ചു, ഡാൻസ് പഠിച്ചു. ഇനി യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യുനെസ്കോ എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ്, അബ്രിവേഷൻ ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഈ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. കാണാതെ പറഞ്ഞു നോക്കണം. ഇവിടെ ഒരു ഇന്റർനാഷണൽ ട്രീറ്റി, ഓക്കെ, ആ ഇന്റർനാഷണൽ ട്രീറ്റി എന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടി എന്നാണ് പറയുക. ഓക്കെ, സമ്മതപത്രം ഒപ്പിട്ടു, ട്രീറ്റി ഒപ്പിട്ടു. ഓക്കെ, ആ ട്രീറ്റിയുടെ പേരെന്താണ്? കൺവെൻഷൻ കൺസേണിംഗ് പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് എന്തോ സംഭവം നിൽക്കും. ഓക്കെ, കൺവെൻഷൻ എന്താണ്? ആ ഉടമ്പടിയുടെ പേര് കൺവെൻഷൻ കൺസേണിംഗ് പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാഷണൽ ഹെറിറ്റേജ്. അപ്പൊ വേൾഡിൽ അവിടെ കുറെ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, അതേപോലെ നാച്ചുറൽ ഹെറിറ്റേജ് ഉണ്ട്. ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഉടമ്പടി കുറെ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടു. കൺവെൻഷൻ കൺസേണിംഗ് പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്. ഇറ്റ് വാസ് എ കൺവെൻഷൻ വിച്ച് കൺസേൺഡ് അബൌട്ട് പ്രൊട്ടക്ടിങ്. ആരെ പ്രൊട്ടക്ട് ചെയ്യണം? വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്. കൾച്ചറൽ ഹെറിറ്റേജിനെയും പല നാച്ചുറൽ ഹെറിറ്റേജിനെയും കൺസേർവ് ചെയ്യാനുള്ള, പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉടമ്പടി എപ്പോ ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ഒപ്പിട്ടു. എവിടെ ഒപ്പിട്ടു? യുനെസ്കോ അഡോപ്റ്റഡ് എ നാഷണൽ ട്രീറ്റി കോൾഡ് കൺവെൻഷൻ കൺസേണിംഗ് പ്രൊട്ടക്ഷൻ ഓഫ്. ഇത് കേൾക്കുമ്പോൾ പിന്നെയും കുഴപ്പമുണ്ടാവില്ല, പറഞ്ഞു നോക്കാൻ പാടായിരിക്കും. ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പൊ ഇത് എന്ത് ചെയ്യും? വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് സീക്സ് ടു ഐഡന്റിഫൈ. നാച്ചുറൽ ഹെറിറ്റേജ് സെന്റർ എവിടെയാണ്, അല്ലെങ്കിൽ വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ് സെന്റർ എവിടെയാണ്? യു ഹാവ് ടു ഐഡന്റിഫൈ. ദെൻ യു ഹാവ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദ കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് സെന്റേഴ്സ്. അല്ലെ? അപ്പൊ 2 പണികളാണ്. ഒരെണ്ണം ഐഡന്റിഫൈ ചെയ്യണം, ഇത് ഹെറിറ്റേജ് സെന്റർ ആണ്, എന്റെ വീട് ഹെറിറ്റേജ് സെന്റർ ആണെന്ന് എനിക്ക് കൊണ്ടുപോയി പറയാൻ പറ്റില്ല. അപ്പൊ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഹെറിറ്റേജ് സെന്റർ, യു ഹാവ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ഓൾ ദീസ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സെന്റേഴ്സ്. സോ അങ്ങനെ 2 പണികളാണ് അവർക്കുള്ളത്. ഓക്കെ, ദീസ് ഹെറിറ്റേജ് സെന്റേഴ്സ് എന്ന് പറയുന്നത് വെറുതെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആര്യ സെൻട്രൽ സ്കൂൾ ഹെറിറ്റേജ് സെന്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി, നമ്മുടെ വീട് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് വാല്യൂ ടു ഹ്യൂമാനിറ്റി. അങ്ങനെ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി. സോ ഇന്ത്യ ഹാസ് 40 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്
heritage sites. നമുക്ക് 40 ആണ് ഉള്ളത്. യുനെസ്കോ സൈറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 40 സെന്റേഴ്സ് വിച്ച് ആർ ഐഡന്റിഫൈഡ്. അതില് 32 എണ്ണം കൾച്ചറൽ, 32 എണ്ണം കൾച്ചറൽ. പിന്നെ എന്താണുള്ളത്? പിന്നെ 7 എണ്ണം നാച്ചുറൽ, 7 എണ്ണം നാച്ചുറൽ. ഒരെണ്ണം ഇസ് എ മിക്സ് ഓഫ് കൾച്ചറൽ പ്ലസ് 1 ഇസ് എ കൾച്ചറൽ പ്ലസ് നാച്ചുറൽ, കൾച്ചറൽ പ്ലസ് നാച്ചുറൽ. ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഓക്കെ, നാച്ചുറൽ സൈറ്റ്സ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് കാസിരംഗ, ഇത് എനിക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുറെ തവണ ആലോചിച്ച് നോക്കി, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെ ഇതിന് പഠിക്കാനുള്ള. കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് എ ഹെറിറ്റേജ് സെന്റർ. അവിടെയാണ് 1 ഹോൺഡ് റൈനോസ് ഉള്ളത്. 1 ഹോൺഡ്, ഒറ്റ ഹോണേ ഉള്ളൂ. 1 ഹോൺ റൈനോസറസിന്റെ സ്ഥലമാണ് അവിടെ. അത് കാസിരംഗ പാർക്കിൽ തന്നെ നമുക്ക് കുറേ ആനകളെ കാണാൻ പറ്റും, മാനിനെ ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഈ ഇടയ്ക്ക് പോയിരുന്നു, ഡിസംബറിൽ പോയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ, അപ്പൊ ഈ പേര് പഠിച്ചോണേടെ കുട്ടികളെ, ഇതിന്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ. ഓക്കെ, കാഞ്ചൻജുങ്ക ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഈ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറെ സൈറ്റ് ഏതാ പഠിക്കാനുള്ള? ഛത്രപതി ശിവാജി ടെർമിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ആർക്കിടെക്ട് ആരാണ്? FW സ്റ്റീവൻസ്. ഇത് നമുക്ക് പഠിക്കണം. FW സ്റ്റീവൻസ് ഛത്രപതി ശിവാജി ടെർമിനസിന്റെ ആർക്കിടെക്ട് ആണ്. കണ്ടോ, ഇതൊരു മോഡേൺ പ്ലസ് ഏൻഷ്യന്റ് ഒന്നിച്ചുള്ളതാണ്. ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. FW സ്റ്റീവൻസ്. ഓക്കെ, is a architect of this. Okay, അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് where 1 horn rhinos are present. ഛത്രപതി ശിവാജി ടെർമിനസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അജന്ത കേവ്സ്, വെരി ഇമ്പോർട്ടന്റ്. അജന്ത കേവ്സ് മഹാരാഷ്ട്രയിൽ ബേസ്ഡ് ആണ്. അവിടെ കുറേ പെയിന്റിങ്സും സ്കൾപ്ചേഴ്സും ഉണ്ട് ബുദ്ധനെ പറ്റിയിട്ട്, ബുദ്ധയുടെ ലൈഫിനെ പറ്റിയിട്ട്. അപ്പൊ അജന്ത കേവ്സിൽ എന്താ ഉള്ളത്? അജന്ത കേവ്സ് പെയിന്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് വരച്ചിട്ടും ഉണ്ട്, അതേപോലെ തന്നെ കുഞ്ഞു 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 സ്തൂപങ്ങളും ഉണ്ട് about the life of ശ്രീ ബുദ്ധ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹിൽ ഫോർട്ട് ഓഫ്, ഏതാ പഠിക്കാനുള്ളത്? ഇവിടെ കാണിച്ചു തരാം. ഹിൽ ഫോർട്ട് ഓഫ് ചിറ്റോഗഡ്. ഓക്കെ, ചിറ്റോഗഡിന്റെ ഹിൽ ഫോർട്ട്സ് ഇത് ഭയങ്കര ഇംപ്രസീവ് ഫോർട്ട്സ് ആണ്, കോട്ടകളാണ്. കണ്ടോ, ഇത് കോട്ടകളാണ് ഉള്ളത് ഇവിടെ. ചിറ്റോഗഡിൽ മാത്രമല്ല ഫോർട്ട്സ്, സവായി മധോപൂർ, ജാവൽ, ജയ്പൂർ, ജയ്സൽമർ പോലത്തെ സ്ഥലങ്ങളിൽ. രാജസ്ഥാനിൽ കുറേ ഹിൽ ഫോർട്ട്സ് ഉണ്ട്. ഹില്ലിന്റെ പുറത്ത് കുറെ കോട്ടകളുണ്ട്. ഓക്കെ, ഈ ഫോർട്ട്സ് ആരുണ്ടാക്കി? രജപുത്ര രാജാക്കന്മാര്, പ്രിൻസ്ലി. ആ ഒരു സമയത്ത് രജപുത്രന്മാര് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. കിങ്സ് ആയിട്ട് കൊണ്ടുവാണിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കിയ കോട്ടകളാണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? സവായി മധോപൂർ, കുംഭൽഗഡ്, ചിത്തോഡ്ഗഡ്, കുംഭൽഗഡ്, സവായി മധോപൂർ, ജാവൽപൂർ, ഝലാവാർ, ജയ്പൂർ, ജയ്സൽമർ ഒക്കെ ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ ആണ്. ഓക്കെ, 2-3 പഠിച്ചു വെക്കുക. എല്ലാം ഒന്നും പഠിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അതേപോലെ തന്നെ മൗണ്ടൻ റെയിൽവേസ്, മൗണ്ടന്റെ മുകളിൽ കൂടി പോകുന്ന റെയിൽവേ ട്രെയിനുകളൊക്കെ ഉണ്ട്. എവിടെയാണുള്ളത്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, കൽക്ക ഷിംല മൗണ്ടൻ റെയിൽവേ. ഓക്കെ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ 1881 ഓപ്പൺ ആയതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 2-3 ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവയിലെ ചർച്ചസ് ആൻഡ് കോൺവെന്റ്. കാരണം പോർച്ചുഗീസ് ഗോവയിലല്ലേ കുറെ ഫാക്ടറി ഒക്കെ ഉണ്ടാക്കി. അപ്പൊ പോർച്ചുഗീസുകാർ കുറെ ചർച്ചസ് ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഏതൊക്കെയുള്ളത്? among these കുറെ ചർച്ച് ആൻഡ് കോൺവെന്റ്സ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി, ചാപ്പൽ ഓഫ് സെന്റ് കാത്തറിൻ, ബാസിലിക്ക ഓഫ് ബോം ജീസസ് ആൻഡ് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റോസറി. ഇതൊക്കെ ഇങ്ങനെ താഴെ എഴുതിയിട്ട് ഒരു 2-3 പഠിച്ചു വെക്കുക. എങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത്? ചർച്ച് ആൻഡ് കോൺവെന്റ് ഓഫ് സെന്റ് ഫ്രാൻസിസ് അസീസി, ചാപ്പൽ ഓഫ് സെന്റ് കാത്തറിൻ, ചാപ്പൽ ഓഫ് സെന്റ് കാത്തറിൻ, ബാസിലിക്ക ഓഫ് ബോം ജീസസ്, ബാസിലിക്ക, ചാപ്പൽ ഓഫ് മറ്റ് സെന്റ് കാത്തറിൻ, അത് കഴിഞ്ഞിട്ട് ബാസിലിക്ക ഓഫ് ബോം ജീസസ്. അങ്ങനെ 2-3 ഒന്നിച്ച് പറഞ്ഞ് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദ യുനെസ്കോ. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? റിലീജിയൻ. ഓക്കെ, റിലീജിയൻ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറെയൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് ഹിന്ദുയിസത്തിനെ അറിയാം, അത്യാവശ്യം ബുദ്ധിസത്തിനെ പറ്റിയിട്ട് അറിയാം, ക്രിസ്ത്യാനിറ്റിനെ പറ്റിയിട്ട് അറിയാം, ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയാം. നമുക്ക് അറിഞ്ഞൂടാത്ത 2 മേജർ റിലീജിയൻസ് ആണ് നമുക്കുള്ളത്. ഹിന്ദുയിസത്തിന് നോ സിംഗിൾ ഫൗണ്ടർ. ബുദ്ധിസം ഒബ്വിയസ്ലി ഗൗതമ ബുദ്ധ. സൊറാസ്ട്രിയനിസം അത്
സൊറാസ്റ്റർ ആണ്. സൊറാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് സൊറാസ്ട്രിയനിസം. ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ഓൺ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമുക്കറിയാം. ജൈനിസം ഈസ് ബേസ്ഡ് ഓൺ Mahavira is the founder, and Islam Prophet Muhammad is the founder. ഹോളി ബുക്ക് എന്തൊക്കെയാ? ഇത് നമുക്കറിയാം, ചെറുപ്പത്തിലെ പഠിക്കുന്ന ഹിന്ദുസിന് വേദാസ്, ഭഗവത്ഗീത ഒക്കെ എക്സാമ്പിൾ ആണ്. ബുദ്ധിസം ത്രിപീഠക. ഓക്കെ, ഇത് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ത്രിപീഠക ഹോളി ബുക്ക് ഓഫ് ബുദ്ധിസം. ഓക്കെ, Zend Avesta for Zoroastrianism. Okay, Zoroastrianism, Zend Avesta. Tripitaka for Buddhism. അപ്പൊ തൊട്ട് മുന്നത്തെ കാണാതെ പഠിക്കാനുള്ള സാധനം ഒന്നിച്ച് പറയാം. ബുദ്ധിസത്തിന്റെ എന്താണ്? ത്രിപീഠക. സൊറാസ്ട്രിയനിസം എന്ന സെൻഡ് അവസ്ഥ. ക്രിസ്ത്യാനിറ്റി ബൈബിൾ, അത് നമുക്കറിയാം. ആൻഡ് മുസ്ലിംസിന്റെ ഓൾസോ നമുക്കറിയാം ഖുറാൻ ആണെന്ന്. ജൈനിസം അഗാമാസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇതിൽ അറിഞ്ഞൂടാത്തത് എന്തൊക്കെയുണ്ടായിരുന്നു? ബുദ്ധിസത്തിന്റെ അറിയില്ലായിരുന്നു. ബുദ്ധിസം ത്രിപീഠക, സൊറാസ്ട്രിയനിസം സെൻഡ് അവസ്ഥ, ജൈനിസം അഗാമാസ്. ഓക്കെ, ഇത് പറഞ്ഞു നോക്കണം. അറിയാത്തത് എന്തൊക്കെയാണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. ജൈനിസം ആരാ കണ്ടുപിടിച്ച? മഹാവീര. സൊറാസ്ട്രിയനിസം ആരാണ്? സൊറാസ്റ്റർ. അദ്ദേഹം പറഞ്ഞത് എന്താ? വൺ യൂണിവേഴ്സൽ ഗോഡ് ഇസ് ഓൺലി ദർ. ഓക്കെ, ഓൺലി വൺ യൂണിവേഴ്സൽ ഗോഡ് ഇസ് ദർ. അഹൂറ മസ്ത. ഓക്കെ, അഹൂറ മസ്ദ. അദ്ദേഹത്തിന്റെ പേര്, ആ ഗോഡിന്റെ പേരാണ് അഹൂറ മസ്ദ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസിലാണ് സൊറാസ്ട്രിയനിസം ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇവരൊക്കെ എവിടേക്കാ പോയിട്ട് പ്രാർത്ഥിക്കുക? ഹിന്ദുയിസം ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോകും, സൊറാസ്ട്രിയൻസ് ഫയർ ടെമ്പിളിൽ പോകും, ജൈന ടെമ്പിളിൽ പോകും, മറ്റുള്ളവര് ചർച്ചിൽ പോകും. ക്രിസ്ത്യൻസ് ചർച്ചിൽ പോകും, മുസ്ലിംസ് മോസ്കിൽ പോകും. ഓക്കെ, ടെമ്പിൾ, ഹിന്ദുയിസം ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ, സൊറാസ്ട്രിയൻസ് ഫയർ ടെമ്പിൾ, ജൈന ടെമ്പിൾ. ഓക്കെ, ബാക്കി ക്രിസ്ത്യൻസ് ചർച്ച്, മുസ്ലിംസ് മോസ്ക്. നമുക്കറിയാം. ഫെസ്റ്റിവൽസ്, ഹിന്ദുസിന് ഈശ്വരാഗ്രഹം കൊണ്ട് കുറെ ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പൊ ഒക്കെ ഹോളിഡേ ഉണ്ട്. അപ്പൊ ഹോളി, രഥയാത്ര, ദസറ, ദിവാലി ഒക്കെ എക്സാമ്പിൾസ് ആണ്. ബുദ്ധിസ്റ്റിന് ബുദ്ധ ജയന്തി, സൊറാസ്ട്രിയൻസിന് സെൻഡ് അവസ്ഥ എന്നാണ് ഫെസ്റ്റിവലിന്റെ പേര്. അതൊന്നും കൂടി കൺഫേം ചെയ്യുക. സെൻഡ് അവസ്ഥ. ക്രിസ്ത്യൻസിന് ക്രിസ്മസ് ഇസ് ദെയർ ആൻഡ് ഈസ്റ്റർ ഇസ് ദെയർ. ഓക്കെ, ജൈനസത്തിന് മഹാവീര ജയന്തി, കാരണം മഹാവീര ഇസ് എ ഫൗണ്ടർ, മഹാവീര ജയന്തി. മുസ്ലിംസിന് ഈദുൽ ഫിത്തർ ഉണ്ട്, ഈദുൽ അധ ഉണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സോ വി ആർ ഡൺ വിത്ത് ദിസ് ചാപ്റ്റർ. ഈ പറയുന്നത് പോലെ കമ്പയർ ചെയ്ത് കാണാതെ പറയണം. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. rather than teaching, I am just trying to help you to learn better. Okay, thank you.